നഗരം സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിവൈഎസ്പി പറയുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ രാജീവനും രാഖിയും കുട്ടികളും കൂടി രാജിയുടെ വീട്ടിൽ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും പോയി താമസിക്കണം. കുറച്ച് നാളത്തേക്ക് നമുക്ക് ശാരികയെ ഭയന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ തന്നെയാണ്. നമ്മളത് ഇങ്ങനെ ഒരു ആപത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ കൊണ്ട് നിൽക്കുന്നത് ശരിയല്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി തന്നെയാണ് നോക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം നിങ്ങൾ മാറി താമസിക്കണമെന്നാണെന്ന് പറയുമ്പോൾ രാജീവനത് ആദ്യം സമ്മതിക്കുന്നില്ല. പക്ഷേ അത് അംഗീകരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അവളോടുള്ള വാശി നോക്കിയല്ല ഇരിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു സൊല്യൂഷൻ വേണം. അത് നിങ്ങൾ മാറി തന്നെ താമസിക്കണം രാജീവ, അതാണ് വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ രാജീവൻ പറയുന്നു എൻ്റെ കൊലയ്ക്ക് പിന്നിൽ നമ്മുടെ ശാരികയാണെന്ന് തെളിവുണ്ടല്ലോ. അതായത് അവളുടെ വീടിനും ബാക്ക് സൈഡിൽ പൊന്നപ്പൻ്റെ ശരീരം കിടക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു തെളിവല്ലേ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ തെളിവ് അവളുടെ കയ്യിലുമുണ്ട്. അതായത് നിങ്ങളുടെ കാറിൽ പൊന്നപ്പൻ്റെ ശരീരം കിടക്കുന്നതും അവളുടെ കയ്യിലുണ്ട് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തർക്കിച്ച് നിൽക്കുവാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മത്സരിക്കാനോ ഉള്ള സമയമല്ല. ഞാൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ രാജീവൻ അത് കേൾക്കുന്നു. ആകെ ചെന്നിട്ട് യോഗേശ്വരി അമ്മയും അതുപോലെ തന്നെ നമ്മുടെ ജഗന്നാഥനൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, എൻ്റെ അടുത്ത് ശാരിക നേരിട്ട് തന്നെ പറഞ്ഞു രാജീവേട്ടനെയും മക്കളെയും ഇല്ലാതാക്കും, രാജീവേട്ടനെ സ്വന്തമായിട്ട് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. എനിക്ക് എങ്ങനെയും എൻ്റെ രാജീവേട്ടനെ രക്ഷിക്കണം എന്നൊക്കെ ജഗന്നാഥനോട് പറയുമ്പോൾ അവളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കുന്ന ഒരു ശീലമാണ് അവളുടേത് എന്നൊക്കെ പറയുമ്പോൾ യോഗേശ്വരി ആൻറ്റി പറയുന്നുണ്ട്, ഇത്രയധികം ആളുകൾക്ക് പേടി സ്വപ്നമായിട്ട് ആളുകളെ കൊല്ലുമെന്ന് പറയുന്നത് ശാരികയെ അങ്ങ് ഇല്ലാതാക്കുന്നതല്ലേ ഇതിനേക്കാളും ഒക്കെ എളുപ്പമെന്ന് പറയുകയാണ്. അതൊന്നും അത്ര എളുപ്പമല്ല, അവളുടെ പവർ ആൻറ്റിക്ക് അറിയാഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജഗന്നാഥനും പറയുകയാണ്. രണ്ടുപേർക്കും ഒരുപോലെ ഷോക്ക് തരണമെങ്കിൽ രാജീവിനെയും രാഖിയെയും ഒരുപോലെ ഷോക്ക് നൽകണമെങ്കിൽ കുട്ടികളെ എന്ത് ചെയ്യാൻ അവൾ മടിക്കില്ല എന്നൊക്കെ ജഗന്നാഥൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനെക്കുറിച്ചൊന്ന് ഓർത്ത് നോക്കിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനേ വയ്യ, ഞാൻ എങ്ങനെയും ഇത് രാജീവേട്ടനെ രക്ഷിക്കും എന്നൊക്കെ പറയുകയാണ്. സമയം ഗീതയുടെയും ജയേട്ടനും രാജീവനും കൂടിയും അങ്ങനെ സംസാരിക്കുന്നുണ്ട് അവർ വീട്ടിലിരുന്ന്. അതായത് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ DYSP പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് തന്നെ നീ കുട്ടികളും രാഖിയും കൂടി മാറി തന്നെ താമസിക്കണം. നിങ്ങളിപ്പോൾ ശാരികയോടുള്ള ദേഷ്യം ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനോ അവൾ ചെയ്യുന്നത് പോലെ നമ്മൾ തിരിച്ച് ചെയ്യാനോ ഒന്നും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മാത്രമാണ് നഷ്ടം. അവളെപ്പോലെയുള്ള ആളെ നമ്മൾക്ക് ഒരിക്കലും അതിജീവിക്കാൻ സാധിക്കില്ല, ജയിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ രാജീവന് മനസ്സോടെ ഞാൻ എങ്ങനെ ഇതിനൊക്കെ എൻ്റെ രാഖിയോട് പറയും, അതായത് രാരീരം വിട്ടിട്ട് വീട്ടിൽ പോയി താമസിക്കുന്ന കാര്യമൊക്കെ ഞാൻ എങ്ങനെ എൻ്റെ രാഖിയോട് സംസാരിക്കും എന്നൊക്കെ പറയുകയാണ്. അതായത് ഞങ്ങളുടെ സ്വപ്നം മാത്രമല്ല, അത് ഞങ്ങളുടെ ജീവൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ആ വീട്. അത് വിറ്റ് വേറെ നാട്ടിലേക്ക് പോകുന്ന കാര്യം എനിക്ക് അവളോട് പറയാൻ പോലും ആലോചിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഗീതയെടുത്ത് പറയുന്നുണ്ട്, ധൈര്യമായിട്ടിരിക്കും, ഞാൻ അവളോട് പതുക്കെ പറയാം എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ രാഖിയും അവിടെ എത്തുന്നുണ്ട്. രാഖിയോട് ഗീതയെടുത്ത് സംസാരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ട് രാജീവൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ രാജീവൻ വീട് വിറ്റിട്ട് ഇവിടുന്ന് പോകുന്ന കാര്യമാണ്. നിന്നോട് പറയാൻ നല്ല വിഷമമുണ്ട്, പക്ഷെ നമുക്ക് അതല്ലാണ്ട് വേറെ നിവൃത്തിയില്ല, നിൻ്റെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ രാജീവേട്ടൻ തീരുമാനിക്കുന്ന എന്ത് തീരുമാനങ്ങളോട് കൂടെ നിൽക്കാനേ എനിക്കിഷ്ടം, ഞാൻ അതല്ലാതെ വേറൊന്നും മറുത്തൊന്നും പറയുകയില്ല. അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം മുതലേ എല്ലാം എൻ്റെ രാജീവേട്ടൻ്റെ തീരുമാനം പോലെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഒരേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് തെറ്റിപ്പോയത്, ഞാൻ രാജീവേട്ടൻ്റെ സമ്മതം ചോദിക്കാതെ ആകെ കൂടി ഒരേ ഒരു തീരുമാനമേ എടുത്തിട്ടുള്ളൂ. അതായത് രാജീവേട്ടനെ കൊണ്ട് നിർബന്ധിച്ച് ശാരികയെ വിവാഹം കഴിച്ചതാണ്. ആ ഒരു തെറ്റ് കൊണ്ടാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് മറ്റൊന്നും ചിന്തിക്കാനില്ല, എല്ലാവരും പറയുന്ന പോലെ ഞാൻ റെഡിയാണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും രാജീവേട്ടനും വരുന്ന കഴിയുമ്പോൾ രാജീവേട്ടനോടും ഞാൻ അതിന് ഓക്കെയാണ് രാജീവേട്ടനെന്ന് പറയുകയാണ്. എനിക്ക് എല്ലാറ്റിനും വലുത് രാജീവേട്ടനും മക്കളുമാണ്, അതിലും കൂടുതലൊന്നും മറ്റൊന്നിനോടും ഇല്ല എന്ന് പറയുകയാണ്. രാരീരം വീട് അതായത് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ പുതിയ വീട് എന്ന പോലെയുള്ള ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊള്ളാൻ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അതേസമയം രാഖിയാണെങ്കിലും രാഖിയോട് പറയുന്നുണ്ട് രാജീവൻ അത്യാവശ്യം അടുക്കളയിലെ സ്ഥലങ്ങളൊക്കെ മാറ്റി ഒന്ന് റെഡിയാക്കി വെക്കുക, അവരകത്തേക്ക് വന്ന് ഇപ്പോൾ തന്നെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ രാഖിക്ക് ഒരു കോള് വരുന്നുണ്ട്. അത് ജഗന്നാഥനാണ്. ജഗന്നാഥൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിലേക്ക് ഒന്ന് വരണമെന്ന് പറഞ്ഞിട്ട് രാഖി അവിടെ ചെല്ലുമ്പോൾ പറയുന്നത്, എനിക്കൊരു വിവരം കിട്ടി, രാജീവനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ ദുർഗയുടെ നേതൃത്വത്തിൽ ബോംബെയിൽ നിന്നും ഒരു അധോലോക ടീം തന്നെ ഇറങ്ങിയിട്ടുണ്ട്, കൊട്ടേഷൻ ടീം വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ തന്നെയാണ് അവരുടെ ശ്രമം, അതുകൊണ്ട് അത് കരുതിയിരിക്കണം, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രാഖി പറയുന്നുണ്ട്, എന്ത് തന്നെ സംഭവിക്കണമെങ്കിലും എന്നെ കൊന്നിട്ട് മാത്രമേ എൻ്റെ രാജീവേട്ടനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ, അതെൻ്റെ ഒരു ഉറപ്പാണ്, ഞാൻ ഒന്നിനും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രാഖി അവിടെ നിന്നും പോവുകയാണ്. എന്നിട്ട് കാണിക്കുന്നത് രാജീവനെ വിളിക്കുകയാണ്. രാജീവനോട് ചോദിക്കുമ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജയേട്ടൻ്റെ വീട്ടിൽ തന്നെയുണ്ട്, ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ രാജീവേട്ടൻ നീ ഇവിടുന്ന് ഒന്നും പോകരുത്, അവിടെ തന്നെ ഇരിക്കും, ഞാനിപ്പോൾ തന്നെ വരാമെന്ന്, നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വീട്ടിൽ വന്നിട്ട് പറയാം, രാജീവേട്ടൻ അവിടെ നിന്ന് ഒരിടത്തേക്കും പോകരുതെന്ന് പറഞ്ഞിട്ട് രാഖി എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലെത്തുന്നതാണ് കാണിക്കുന്നത്. വരുന്ന വഴി തന്നെ ഗേറ്റൊക്കെ അടച്ച്
അകത്ത് കയറിയിട്ട് വാതിലും ജനലൊക്കെ അടച്ച് പൂട്ടുകയാണ്. എന്നിട്ട് ഗീതയെടുത്തിയോടും ചോദിക്കുന്നുണ്ട് ബാക്കിലെ വാതിലും ജനലൊക്കെ വേഗം അടച്ചു വന്നിട്ട് കാര്യം എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ജയേട്ടനും എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്ക് രാജീവേട്ടൻ്റെ ജീവൻ വലുതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. എന്നെ ഇല്ലാതാക്കിയിട്ട് മാത്രമാണ് രാജീവേട്ടനെ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. നിൻ്റെ തോന്നലാണ് ഇതൊക്കെ, നീ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, ഇതെല്ലാം നിൻ്റെ തോന്നൽ മാത്രമാണെന്നുകൊണ്ട് എൻ്റെ തോന്നലൊന്നുമല്ല, അതുള്ള കാര്യമാണ്. എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇതിൽ കൂടുതലൊന്നും നിങ്ങളോട് പറയാനില്ല. രാജീവേട്ടൻ എന്തെന്ന് പറയുമ്പോൾ തന്നെ രാജീവൻ ഇറങ്ങി വരുന്നു. അപ്പോൾ രാജീവേട്ടനോട് പറയുകയാണ്, രാജീവേട്ടൻ ഇനി എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ റൂമിൽ എത്തിച്ചു തരാം, ആ റൂമിൽ നിന്ന് പോലും പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറയുമ്പോൾ ഇതെന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, നമ്മൾ ഇപ്പോൾ തന്നെ നാട് വിട്ട് പോകാൻ പോവുകയാണ്, അവളെ പേടിച്ചിരിക്കുന്നത്, ഇതിൻ്റെ അപ്പുറം ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ വീട്ടിൽ നിന്നുമല്ല റൂമിൽ നിന്നും പുറത്തേക്കൊന്നും കാര്യം നടക്കുന്ന കാര്യമല്ല എന്ന് പറയുകയാണ്. രാഗി ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.